കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റിയുടെയും കൊടകര ബ്ലോക്ക് സർവീസ് പെൻഷനേഴ്സ് ലൈബ്രറിയുടെയും ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളോടെ വനിതാ ദിനം ആചരിച്ചു. കാലടി ശ്രീ ശങ്കര സർവകലാശാലയിലെ ഡോക്ടർ കവിതാ സോമൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ടി ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷനായി. സുസ്ഥിര പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പ്രവർത്തകരും യൂണിയൻ അംഗങ്ങളുമായ ഡോക്ടർ നളിനി രവീന്ദ്രനാഥിനെയും നഴ്സിംഗ് പ്രവർത്തകരായ 7 വനിതകളെയും പൊന്നാട അണിയിച്ച് ആദരിച്ചു. വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനം നടത്തിയ കെ ജയ, നന്ദിനി രാജശേഖരൻ, കെ രജിത, PR ലേഖ, പ്രസന്ന പ്രകാശൻ എന്നിവരെയും ആദരിച്ചു. വനിതാ ദിന മത്സരങ്ങളിൽ വിജയികളായവർക്ക് നെല്ലായി തിങ്കൾ ബുക്സ് പുസ്തകങ്ങൾ സമ്മാനം നൽകി. ലൈബ്രറി കൗൺസിൽ താലൂക്ക് പ്രസിഡന്റ് രാജൻ നെല്ലായി, സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ, ജില്ലാ കമ്മിറ്റി അംഗം KO പൊറിഞ്ചു, വനിതാ കമ്മിറ്റി ഭാരവാഹികളായ CP ത്രേസ്യ, KK സോജ, VB ശോഭനകുമാരി, പ്രസന്ന പ്രകാശൻ, MK ശാന്തകുമാരി, KK ഭാരതി, പുഷ്പ ഡേവിസ്, ആനി പൊറിഞ്ചു, MA സുശീല, PG ഗിരിജകുമാരി എന്നിവർ പ്രസംഗിച്ചു. നമ്മുടെ അഭിലാഷങ്ങളൊക്കെ ചുരുക്കുകയാണ് എപ്പോഴും ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ അദ്ദേഹം പറഞ്ഞ് നിങ്ങൾ മാറിമറിച്ച് നടക്കാനായിട്ട് തയ്യാറാവുമെന്ന് പറയുകയും നിരന്തരമായ പോരാട്ടങ്ങളുടെ ഫലമായിട്ടാണ് ദശാബ്ദങ്ങളുടെ പോരാട്ടമായിട്ടാണ് സ്ത്രീകൾക്ക് മാറിമാറ്റാൻ അന്നത്തെ സർക്കാരിന്റെ കയ്യിൽ നിന്നും അനുമതി വാങ്ങിക്കൊടുക്കുന്നത്. അത് എളുപ്പം സാധ്യമായ കാര്യമല്ല പറയാം. കാരണം ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞത് ഇവര് മാറിമറിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന സമയത്ത് വെറും റൗക്ക പോലെ എന്നൊക്കെ അറിയാലോ. മിഷണറി പ്രവർത്തനങ്ങൾ കേരളത്തിൽ വലിയ മാറ്റം വരുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. വിദ്യാഭ്യാസപരമായി പുരോഗതി ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഇന്നിവിടെ എല്ലാവർക്കും ജോലിക്കാരൊക്കെ ആയിട്ട് ഇരിക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ആ വിദ്യാഭ്യാസമായിട്ട് പുരോഗതിക്ക് വേണ്ടി ശ്രമിച്ച മിഷണറികൾ കൂടി ഉണ്ടാക്കിയ ചിന്താഗതിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സ്ത്രീകൾ മുന്നോട്ട് വരണമെന്നും അവരുടെ വിദ്യാഭ്യാസം കിട്ടണമെന്നും അവർക്ക് കൈത്തൊഴിലുകൾ പഠിപ്പിച്ചിട്ടാണ് ഉച്ചകഴിഞ്ഞുള്ള സമയങ്ങളിൽ വിദ്യാഭ്യാസം